ഹായ്, ഇന്ന് നമ്മൾ മറ്റൊരു അറേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റൈറ്റ് എ പ്രോഗ്രാം ടു ഡിലീറ്റ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 5 ഇൻ ആൻ അറേ. അതായത് നമ്മൾ ഈ ഒരു അറേ എടുക്കുകയാണെങ്കിൽ ഇതിൽ 5ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയുണ്ട്? 5 ഉണ്ട്, പിന്നെ 10 ഉണ്ട്. ഈ രണ്ട് എലമെന്റ് ഡിലീറ്റ് ചെയ്ത് ലാസ്റ്റിൽ അറേയിൽ 2, 1, 6 എന്ന എലമെന്റ്സ് ആയിരിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അതിനായിട്ട് നമ്മൾ ഷിഫ്റ്റിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ സെയിം മെത്തേഡിൽ നമ്മൾ പ്രൈം നമ്പർ ഡിലീറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടന്നാലോ? ലെറ്റ്സ് ബിഗിൻ. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇതിൽ ആദ്യം കാണുന്ന 5ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 5 തന്നെ. അപ്പോൾ തൊട്ട് മുന്നേ ഉള്ള വാല്യൂ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇത് ഫസ്റ്റ് ഇറ്ററേഷൻ ആണ്. സെയിം പ്രോസസ്സ് തന്നെ എല്ലാ എലിമെന്റ്സിനും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് എലിമെന്റ് നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിൽ കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് ഇറ്ററേഷനിൽ നമുക്ക് 2, 1, 10, 6 എന്ന വാല്യൂ കിട്ടുന്നു. അങ്ങനെ എല്ലാ ഇറ്ററേഷനും കഴിയുമ്പോൾ അറേയിൽ 2, 1, 6 എന്നീ വാല്യൂസ് ആയിരിക്കും ബാക്കി കാണുക. നമുക്കിനി പ്രോഗ്രാമിലോട്ട് കിടക്കാം. ഞാൻ അതിന്റെ ഫസ്റ്റ് പാർട്ട് ആദ്യം കാണിക്കാം. ഇത് എല്ലാ അറേയ്ക്കും ഇത്രയും ഭാഗങ്ങൾ മസ്റ്റാണ്. അതായത് അറേയായിട്ട് എ എന്നുള്ള വേരിയബിൾ ആണ് ഉപയോഗിക്കുന്നത്. അതിൽ 30 എന്ന സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐ എന്ന വേരിയബിൾ ഇറ്ററേഷന് വേണ്ടിയിട്ടും ജെ എന്ന വേരിയബിൾ ഷിഫ്റ്റിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തതിന്റെ കാരണം ഡിലീഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് വേരിയബിൾ എൻ, അത് ലിമിറ്റിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ആദ്യം ലിമിറ്റ് ഗെറ്റ് ചെയ്യുന്നു, സ്കാൻഫ് ഉപയോഗിച്ച് ഗെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അറേ ലൂപ്പ് ഉപയോഗിച്ച് എൻറ്റർ ചെയ്യുന്നു. ഇനി ഇവിടം തൊട്ടാണ് ഡിലീഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ അറേയിലെ ഓരോ എലിമെന്റ്സും 5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ഫസ്റ്റ്, അതായത് ഔട്ടർ ലൂപ്പിനകത്ത് കയറി കഴിഞ്ഞിട്ട് ഓരോ എലിമെന്റ്സും നമ്മൾ 5ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കാണിച്ച പോലെ തന്നെ ആ എക്സാമ്പിൾ ഇവിടെ എടുക്കാം. അതായത് ഫസ്റ്റ് നമ്പർ ചെക്ക് ചെയ്തു, അത് 2 ആണ്. 2 5ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. ഈ ഇഫ് കണ്ടീഷൻ ഫെയിൽ ആയതുകൊണ്ട് തന്നെ ഇന്നർ ലൂപ്പിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഐ ഇൻക്രിമെന്റ് ആയിട്ട് 1 ആവും. 0th പൊസിഷനിൽ 2 ആയിരുന്നു, ഫസ്റ്റ് പൊസിഷനിൽ 5 ആണ്. 5 5ന്റെ മൾട്ടിപ്പിൾ ആണോ? തീർച്ചയായിട്ടും. അപ്പോൾ നേരെ ഇഫ് കണ്ടീഷനോട്ട് കടക്കുകയാണ്. ഈ ഇഫ് കണ്ടീഷന് കടന്നിട്ട് നേരെ ഇന്നർ ലൂപ്പിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രൈം നമ്പറിൽ പറഞ്ഞ പോലെ തന്നെ 5ന്റെ സ്ഥാനത്ത് ആ പൊസിഷനിലോട്ട് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ റീപ്ലേസ് ചെയ്യുന്നു. ഈ ഒരു ഷിഫ്റ്റിങ് ആ ഒരു ഇറ്ററേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ ചെയ്യണം. ആ ഒരു ഇറ്ററേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ആദ്യം കണ്ടുപിടിച്ച 5ന്റെ മൾട്ടിപ്പിൾ ഉള്ള വാല്യൂ പോയിട്ട് ബാക്കി വാല്യൂ എല്ലാം ഷിഫ്റ്റ് ചെയ്ത് വരുന്നു. ഷിഫ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ആ വാല്യൂവിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്, നമ്മൾ ഡെമോയിൽ കാണിച്ച പോലെ തന്നെ. അപ്പോൾ ലിമിറ്റ് ഒന്ന് കുറയുകയും ഇറ്ററേഷനും ഒന്ന് കുറയുകയും ചെയ്യുന്നു. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് എല്ലാ ഇറ്ററേഷനിലും നടക്കുന്നത്. അതായത് അറേയിലുള്ള എല്ലാ എലമെന്റിനെയും ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റിൽ ഒരു പ്രിന്റ് ഫംഗ്ഷനിലൂടെ നമുക്ക് ഈ അറേയെ പ്രിന്റ് ചെയ്യിക്കാവുന്നതാണ്. ഞാൻ പ്രൈം നമ്പർ ഡിലീഷന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈ കേസിൽ നമുക്ക് സ്പേസ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയുള്ള പ്രോഗ്രാം. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്